UK അബൂ സഹല എന്റെ വ്യക്തി ജീവിതത്തെയും സ്വഭാവത്തെയും ഒരുപാട് സ്വാധീനിച്ച ഗുരുനാഥൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പാട്ടിലൂടെയും പഠനത്തിലൂടെയും അദ്ദേഹത്തോടൊപ്പമുള്ള പാട്ടിലൂടെയും പഠനത്തിലൂടെയും എനിക്ക് കിട്ടിയ ചില ഓർമ്മകൾ പങ്കുവെക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാലഘട്ടം അടയാളപ്പെടുത്തിയ വിസ്മയമായിരുന്നു UK അബൂ സഹല എന്ന് നമുക്കറിയാം. എന്ത് പദം കൊണ്ടാണ് ആ ചെറിയ വലിയ മനുഷ്യനെ വിശേഷിപ്പിക്കേണ്ടത് എന്നറിയില്ല. ഏത് പദം ഉപയോഗിച്ചാലും മതിയാവുകയുമില്ല. ഒരുപാട് അർത്ഥങ്ങളും അതിലുപരി ആശയങ്ങളും അതിനേക്കാൾ വലിയ ചിന്തകളും അതുക്കും മേലെയുള്ള ചോദ്യശരങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനങ്ങളായിരുന്നു അദ്ദേഹം രചിച്ചുകൊണ്ടിരുന്നത്. വിദേശത്ത് നിന്നും അറബികൾ എത്തുന്നു എന്ന് പാതിരാത്രിയിൽ വെളിയെത്തുമ്പോൾ ഞങ്ങളിവിടെ പഠിക്കുന്ന കാലത്ത് UK അബൂ സഹല ഞങ്ങളുടെ ഗുരുനാഥൻ യാ അയ്യുഹൽ മുസമ്മിൽ ഖും എന്ന് പറയുന്ന ഖുർആൻ അർത്ഥ വാചകത്തെ അനുസ്മരിപ്പിക്കും വിധം പുതപ്പ് വിട്ടൊഴിഞ്ഞ് എഴുന്നേറ്റ് ഗാനം രചിക്കാൻ ആരംഭിക്കുകയാണ്. നിദ്രാവിഹീനമായ രാത്രി പുലരുന്നത് സുന്ദരമായ ഒരു സ്വാഗത ഗാനത്തിന്റെ പിറവിയോടെയായിരുന്നു. ഉടനെ ഹോസ്റ്റലിലേക്ക് വിളി വരുന്നു. പാട്ടുകാർ റെഡിയായി കൊള്ളുക, ബനാത്തിന്റെ ഹാളിലെത്തുക. അന്ന് കണ്ണൂർ സ്വദേശിനികളായ സെറീനയും MC സെറീനയും സെറീനമാരായിരുന്നു UKയുടെ അറബി ഗാനങ്ങൾ അധികവും ആലപിച്ചിരുന്നത്. ഞാൻ 1977-80 കാലഘട്ടത്തിലാണ് ഇവിടെ ചേന്നമംഗല്ലൂർ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിയായി ഉണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളായിരുന്ന ഞാനും വാടാനപ്പള്ളി സ്വദേശി PA റസിയയും KCയുടെ സഹോദരപുത്രി KC സൽമ, ബീന എന്നിവരടങ്ങുന്ന 4 പേരടങ്ങുന്ന ഗായക സംഘമാണ് അന്ന് UK രചിച്ച ഇറാൻ വിപ്ലവ ഗാനങ്ങൾ പാടിയത് എന്ന് ഞാൻ ഓർക്കുന്നു. ലോകം പല ജീവിത രീതികളും നിർമ്മിച്ച് പയറ്റി മടുത്തു, ലോകൈകനാഥൻ നൽകിയ ജീവിത സന്ദേശം എന്ന് തുടങ്ങുന്ന ഇറാൻ വിപ്ലവ ഗാനം. അതുപോലെ ഇറാൻ വിപ്ലവത്തിലെ സ്ത്രീ സാന്നിധ്യം വിവരിക്കുന്ന മറ്റൊരു ഗാനം, പുരുഷന്റെ കൂടെ ഇറങ്ങി ഇറാനിലെ ധർമ്മ പടക്കളം തന്നിൽ പരിശുദ്ധ ദീനിനു വേണ്ടി മരിച്ച സഹോദരികൾ, അതുവഴി പരലോകം ശോഭനമാക്കിയ പൊൻതരുണി മണികൾ. ഈ 2 ഗാനങ്ങളും പാടിയത് ഈ 4 സംഘമായിരുന്നു. ഞങ്ങൾക്ക് പരിശീലനത്തിനായി അന്നത്തെ അധ്യാപകനും ഗായകനുമായിരുന്ന കക്കോടൻ മുഹമ്മദ് മാഷും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലോകം പല ജീവിത രീതികളും നിർമ്മിച്ചു പയറ്റിമെടുത്തു എന്ന ഗാനവും വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ച് സുന്ദരമായി UK രചിച്ച ഗാനവും ഇതൊക്കെയും ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് UK എഴുതിയത്. മിന്നിത്തിളങ്ങും മിന്നാമിനങ്ങിന്റെ എന്ന ഗാനത്തിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റാൻസ എഴുതിയത് ഞങ്ങൾ ഇവിടെ പഠിക്കുന്ന കാലത്താണ്. ബനാത്തിലേക്ക് പോകുന്ന ആ എൻട്രൻസിൽ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു മുറി, ആ ചെറിയ മുറിയിലിരുന്ന് UK പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. മിന്നിത്തിളങ്ങും മിന്നാമിനങ്ങിന്റെ എന്ന ഗാനത്തിന് ഒരു പൂർണ്ണത കൈവരണമെങ്കിൽ അവസാനത്തെ ഒരു സ്റ്റാൻസ കൂടി അതിൽ ചേർക്കേണ്ടതുണ്ട് എന്ന്. അങ്ങനെയാണ് അന്ന് അവസാനത്തെ സ്റ്റാൻസ പിറവിയെടുത്തത്. വേണ്ടിവരും എന്നുള്ളത് നാളിന്നോളം ഈ ദുനിയാവിൽ വേണ്ടതുപോലെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ, വേറെ വ്യവസ്ഥിതികൾ നിർമ്മിച്ചുണ്ടാക്കി കൊണ്ടിരുന്നിട്ട് പാരിടം ഇന്നൊരു പോരിടമായിട്ടുണ്ടല്ലോ എന്ന് തുടങ്ങുന്ന ആ സ്റ്റാൻസ. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ആ കുഞ്ഞുമുറിയിലിരിക്കുമ്പോൾ UKയുടെ തൂലികത്തുമ്പ് അനുഭവിച്ച പ്രസവ വേദന ഞങ്ങൾ വിദ്യാർത്ഥികളിൽ പലരും അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ അകലേക്ക് നോക്കിയിരിക്കും. അല്പസമയം ചിന്താമഗ്നനായി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ തുലികയിൽ നിന്നും ഒഴുകിയെത്തുന്ന ആശയങ്ങളുടെ പെരുമഴ കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട്. ഏകാന്തതയോ ഏകാഗ്രതയോ ആവശ്യമില്ലാത്ത എഴുത്തുകാരനാണോ എന്ന് ഇപ്പോൾ ചിന്തിച്ചു പോകുന്നു. അന്ന് അതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം, മെച്യൂരിറ്റി ഉള്ള കാലമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചിന്താശകലങ്ങളും ചോദ്യശരങ്ങളും മിസൈൽ കണക്കെ പറന്നുയരുകയായിരുന്നു ആ കാവ്യപ്രപഞ്ച വിഹായസിൽ എന്നിപ്പോൾ തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകളുടെ വേഷവിധാനത്തെ വിവരിക്കുന്ന, അന്ന് വേഷവിധാനത്തിൽ വിപ്ലവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലാത്ത കാലമായിരുന്നു. അന്ന് ഹോസ്റ്റലിൽ എത്തുന്ന ചില സ്ത്രീകളുടെ വേഷവിധാനങ്ങൾ കണ്ടിട്ട് UK എഴുതിയ ഗാനമാണ്
കെട്ടിച്ചയച്ച പെണ്ണ് തടി തല മറക്കാതെ നടന്നിടുന്നേ നടന്നിടുന്നേ. ആ ഗാനം അന്ന് UK എഴുതിയതാണ്. ഇതൊക്കെ ഞങ്ങൾ സാക്ഷികളാണ്. പലപ്പോഴും ഞങ്ങളുടെ മുമ്പിലിരുന്ന് UK ഇത്തരം ഗാനങ്ങൾ എഴുതാറുണ്ടായിരുന്നു. ഒരു ഗാനം എഴുതി കഴിഞ്ഞാൽ ഉടനെ അത് പാടാനുള്ള പാട്ടുകാരെ കിട്ടാനുള്ള ധൃതിയിലായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഞാൻ ചേന്നമംഗല്ലൂർ ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ UK എഴുതിയ ഒരു പാട്ട് ഉടനടി എന്നെ കൊണ്ട് പാടിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ UK ഇവിടുന്ന് ഇസ്ലാഹി എന്ന സ്കൂളിലേക്ക് വിളിച്ചു. എന്നോട് പ്യൂൺ വന്ന് പറഞ്ഞു ഹോസ്റ്റലിലേക്ക് പോകാൻ. അങ്ങനെ ഒരു പെരുമഴയത്ത്, ഞാൻ എന്നും അത് ഓർക്കും, പെരുമഴയത്ത് അന്നത്തെ കുന്ന് നിങ്ങൾക്കറിയാം, ആ കുന്നിലൂടെ ഞാൻ ഇറങ്ങി വന്നു. ഉരുളങ്കല്ലും വെള്ളവും പരസ്പരം മത്സരിക്കുകയായിരുന്നു എന്റെ കാലിന്റെ ഗ്രിപ്പിനെ തകർക്കാൻ. അത് കവഞ്ഞു വെച്ചുകൊണ്ട് കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന കുട ചൂടി ഞാൻ കുന്നിറങ്ങി ഒറ്റയ്ക്ക് വന്നു. ഞാൻ കരഞ്ഞാണ് താഴെ എത്തിയത്. എനിക്കറിയില്ല എന്തിനാ UK ഇത്ര നിർബന്ധം പിടിച്ച ആ പെരുമഴയത്തെ എന്നെ വരുത്തിയതെന്ന്. അങ്ങനെ ഒരു സംഭവം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അത്രമാത്രം അദ്ദേഹം അതിൽ ആവേശഭരിതനായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെ പാട്ടിന്റെ ലോകത്ത് കൈപിടിച്ച് നടത്തിയതോടൊപ്പം എന്റെ ആയുസ്സിലെ പൊതുവേദിയിലെ എന്റെ ആദ്യത്തെ പ്രസംഗം 13ാമത്തെ വയസ്സിലായിരുന്നു. ഞാനിവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചാലക്കൽ ഇസ്ലാമിക് സെന്ററിൽ, എന്റെ ആദ്യത്തെ വിദ്യാലയമായ ചാലക്കൽ ഇസ്ലാമിക് സെന്ററിലെ വാർഷികത്തിന് ഒരു ഖുർആൻ ക്ലാസ് അവതരിപ്പിക്കാൻ അവർ ആവശ്യപ്പെടുകയും UK ആണ് അതെനിക്ക് എഴുതി തന്ന് പഠിപ്പിച്ചത്. അങ്ങനെ എന്നിലെ പ്രസംഗകയെയും UK കണ്ടെത്തി. പാട്ടും പ്രസംഗവും കണ്ടെത്തിയ UK അത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് എന്നിൽ നടത്തിയ അടുത്ത പരീക്ഷണം കഥാപ്രസംഗമായിരുന്നു. അങ്ങനെ UK എഴുതിയ സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന കഥാപ്രസംഗമാണ് ചേന്നമംഗല്ലൂർ ഹൈസ്കൂളിൽ നിന്നും സബ് ജില്ലാ തലത്തിൽ ഞാൻ മത്സരത്തിനായി അവതരിപ്പിച്ചത് എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പിന്നീട് അതിനുശേഷം UK ഇങ്ങനെ എഴുതുന്നതും അതിന്റെ പ്രാസമൊപ്പിച്ച് ലൈനുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ കണ്ടുപഠിച്ചത് കൊണ്ടാവണം ഞാൻ എന്റെ അധ്യാപക ജീവിതത്തിലും ഗാനങ്ങളും ചിത്രീകരണങ്ങളും കഥാപ്രസംഗങ്ങളും ഒക്കെ എഴുതി കുട്ടികളെ പഠിപ്പിക്കുമായിരുന്നു. UK ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഫറൂഖ് കോളേജിൽ B.Ed പഠിക്കുന്ന സമയത്താണ് UK രോഗബാധിതനാണെന്ന വിവരം അദ്ദേഹത്തിന്റെ അയൽവാസി കൂടിയായ ഞങ്ങളുടെ ഓഫീസ് അസിസ്റ്റന്റ് മുഹമ്മദ് കെയിൽ നിന്ന് അറിയുന്നത്. അങ്ങനെ ഞാൻ UK കാണാൻ പോയി. ആ സമയത്ത് അദ്ദേഹം രോഗബാധിതനായി അവശനായിരുന്നുവെങ്കിലും ആ സമയത്തും അദ്ദേഹം എഴുത്തിൽ നിരതനായിരുന്നു. ഖുർആൻ പരിഭാഷയുടെ എഴുത്തിലായിരുന്നു. എപ്പോഴും കർമ്മനിരതനായിരിക്കുക എന്ന ഒരു മെസ്സേജാണ് UK നിന്നും ഞങ്ങൾ പഠിച്ചത്. മറ്റൊരു മെസ്സേജ് അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നതാണ്. പാഠപുസ്തകങ്ങൾക്കപ്പുറം ഒരു കുട്ടിയുടെ സകല കഴിവുകളെയും കണ്ടെത്തുകയും തിരിച്ചറിയുകയും ചെയ്യുന്നവനാകണം അധ്യാപകൻ എന്നതാണ് UK പഠിപ്പിച്ച മറ്റൊരു പാഠം. എനിക്ക് എന്റെ പിതാവിന്റെ തുല്യമായ സ്ഥാനത്ത് പ്രാർത്ഥനയിൽ എന്നും ഉൾപ്പെടുത്തുന്ന ഗുരുവര്യനാണ് UK അബൂ സഹ്ല. തീർത്തും ഇൻട്രോവർട്ടായിരുന്ന ഞാൻ വേദികളിൽ നിന്നും വേദികളിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയ എന്റെ പിതാവിനോടൊപ്പം തന്നെ എനിക്ക് എന്നിൽ അന്തർലീനമായി കിടന്നിരുന്ന കഴിവുകളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ച ആ മഹാഗുരുവര്യനെ എന്നും ഞാൻ പ്രാർത്ഥനയോടെ സ്മരിക്കും. ഇന്ന് ഈ വേദിയിൽ ഇക്കോസയിലെ ഒരു മെമ്പർ അല്ലാഞ്ഞിട്ട് പോലും UK കുടുംബത്തോടൊപ്പം മക്കളോടും പേരക്കുട്ടിയോടുമൊപ്പം ഈ വേദി പങ്കിടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചുവെങ്കിൽ അതൊരു നിയോഗമായും ഞാൻ മനസ്സിലാക്കുന്നു. ഇതൊരു യാദൃശ്ചികതയല്ല. തീർച്ചയായും അദ്ദേഹത്തിന്റെ എഴുത്തുകൾക്കും കർമ്മങ്ങൾക്കും സൽപ്രവർത്തികൾക്കും അർഹമായ ഇരട്ടി പ്രതിഫലം ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസിയ ചാലക്കലിന്